Hello everyone. So in this video, we'll discuss about the various characteristics of a common emitter configuration. Okay, I told you there are three characteristics for every transistor: input cara, output cara and transfer cara. And input cara I told you in the last video. What is input cara? It's a plot between input current and input voltage, keeping, what is the test condition? Keeping the output voltage constant. So in a common emitter configuration, what is the input current and input voltage? When emitter is common, base and collector will be the input and output. So your base current is your input quantity, that is input current, and base emitter voltage is your input voltage, and collector emitter will be your output quantity. Okay, so input cara is the plot between the base current IB and the base emitter voltage VBE at a constant collector emitter voltage VCE. Okay, and this characteristics resembles a forward biased diode curve. Diode curve ormindole. And this is expected since the base emitter section of a transistor is a diode and it is always forward biased. Input cara nu parayna samayathu base emitter ആണ് ഇവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്, ആൻഡ് ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഇസ് ഓൾവേസ് ഫോർവേഡ് ബയസ്ഡ്. അപ്പോൾ ഒരു ഫോർവേഡ് ബയസ്ഡ് ഡയോഡിനകത്ത് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറണ്ട് എങ്ങനെ വേരി ചെയ്യുന്നു? അതായത് യു ഹാവ് എ കട്ട് ഇൻ വോൾട്ടേജ് അല്ലേ, ഒരു കട്ട് ഇൻ വോൾട്ടേജ് കഴിയുമ്പോൾ യുവർ കറണ്ട് റൈസസ് സ്റ്റീപ്ലി. അതേപോലെ തന്നെയാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഉണ്ടാവുക. And what about output cara? It is the plot between output current and output voltage, keeping your input current constant. ഈ എന്താണ് ടെസ്റ്റ് കണ്ടീഷൻ എന്നുള്ളത് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. ഇൻപുട്ടിൻ്റെ പ്ലോട്ടിനകത്ത് ഔട്ട്പുട്ടിൽ ഏതെങ്കിലും സാധനമായിരിക്കും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക എന്ന് ആലോചിച്ചാൽ മതി. ഔട്ട്പുട്ടിൽ എന്താണ് കോൺസ്റ്റൻറ്റ്? ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ആണ് നമ്മുടെ കോൺസ്റ്റൻ്റായി നമുക്ക് കിട്ടുന്ന സാധനം, ഓർ VC ഏത് കോൺഫിഗറേഷൻ ആയാലും അതിൻ്റെ ഔട്ട്പുട്ടിലെ വോൾട്ടേജ്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ക്യാരി ആണെങ്കിലോ ഔട്ട്പുട്ടിൻ്റെ പ്ലോട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്, കീപ്പിംഗ് സംതിങ് ഇൻ ഇൻപുട്ട് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇൻപുട്ടിൽ കോൺസ്റ്റൻ്റ് ആക്കുന്നത് യു ഹാവ് ഓൺലി വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പം ഇൻപുട്ടിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സാധനം ഇസ് യുവർ ഇൻപുട്ട് കറണ്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. And this is your input cara. I told you it resembles that of a diode. Okay, input current IB versus input voltage VBE, keeping your output voltage constant. എന്താണ് output voltage? Output voltage is common emitter ആണ്. So your collector emitter voltage VCE will be the constant quantity, and പല വോൾട്ടേജ്, അതായത് വി സിയുടെ വാല്യൂ നമ്മൾ 1 വോൾട്ട് ആണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ക്യാര. വി സിയുടെ വാല്യൂ നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് യുവർ ക്യാര ഷിഫ്റ്റ്സ് ടു റൈറ്റ്, അതായത് കട്ട് ഇൻ വോൾട്ടേജ് കൂടി വരികയാണെന്ന്. ഓക്കെ, ദെൻ what about input resistance? Input resistance will be input voltage by input current, or VBE by IB. ആലോചിക്കുക, the value of input resistance എന്തായിരിക്കും? ബേസ് എമിറ്റർ ജംഗ്ഷൻ ആണ്, ഫോർവേഡ് ബയസ്ഡ് ആണ്, the value will be very less. Okay, and input resistance എഴുതുന്ന സമയത്ത് നോക്കുക your VCE is kept as a constant. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, ഇൻ കോമൺ എമിറ്റർ ആവുന്ന സമയത്ത് യുവർ എമിറ്റ്, അതായത് നമ്മുടെ ഇൻപുട്ട് സൈഡ്, ദാറ്റ് ഇസ് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആണ്, ബേസ് ഇസ് മെയ്ഡ് മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദ എമിറ്റർ. നമ്മൾ അവിടെ ഒരു വോൾട്ടേജ്, നമ്മൾ നോക്കി ഈ വോൾട്ടേജ് ഉണ്ടല്ലോ, ഇവിടെ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? എപ്പോഴും നമ്മുടെ ബേസ് ഷുഡ് ബി ഫോർവേഡ് ബയസ്ഡ് വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇങ്ങനെ ഒരു ബയാസിങ് വോൾട്ടേജ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ കളക്ടർ എമിറ്റർ ജംഗ്ഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു വോൾട്ടേജ് കൊടുക്കുന്നത് VCC. ഇതാണ് നമ്മുടെ വോൾട്ടേജ്, കളക്ടർ വോൾട്ടേജ് VCC. നമ്മൾ ഈ വോൾട്ടേജസ് കൊടുക്കുന്നത്, പ്രോപ്പർ ബയാസിങ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജംഗ്ഷൻ്റെ കണ്ടീഷൻസ് എപ്പോഴും ഫോർവേഡ് ബയസ്ഡും റിവേഴ്സ് ബയസ്ഡും, അതായത് നമ്മുടെ ഇൻപുട്ട് ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കണം, ഔട്ട്പുട്ട് ജംഗ്ഷൻ എപ്പോഴും റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വോൾട്ടേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആക്കാൻ, എപ്പോഴും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വോൾട്ടേജ് കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ ഇവിടെ വോൾട്ടേജ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യുവർ ഔട്ട്പുട്ട് ജംഗ്ഷൻ ഓർ കളക്ടർ എമിറ്റർ ജംഗ്ഷൻ ഷുഡ് ഓൾവേസ് ബി റിവേഴ്സ് ബയാസ്ഡ്. ആൻഡ് ദ വാല്യൂ ഓഫ് VCC, ഈ വോൾട്ടേജ് എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? ബേസിനകത്തുള്ള ഡോപ്പിംഗ് ലെവൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കൊടുക്കേണ്ട വോൾട്ടേജും എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് യുവർ
this is your input characteristics നമ്മൾ നോക്കി, similar to that of a diode. And what about output cara? Output cara ഞാൻ പറഞ്ഞു, it is a cara between IC and VCE. IC is the output current, VCE is the output voltage, keeping what? Keeping the quantity in your input constant. Input എന്താണ് quantity constant ആയത്? Your input current is constant. അപ്പോൾ പല വാല്യൂ ഓഫ് ഇൻപുട്ട് കറണ്ടിന് നമ്മൾ പ്ലോട്ട് ചെയ്യാണ്. IB equal to 5, IB equal to 10, 15, 20 എല്ലാം. IB എപ്പോഴും മൈക്രോ ആംബിയർ റേഞ്ചിലായിരിക്കും. ആലോചിക്കുക, മില്ലി ആംബിയർ റേഞ്ചിൽ ഉണ്ടാവുന്ന ക്വാണ്ടിറ്റി ഏതാണ്? IC ആൻഡ് IE ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് മൈക്രോ റേഞ്ചിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഒന്നുകൂടെ നോക്കുക, ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും IC ആൻഡ് IE വിൽ ബി ഇൻ മില്ലി ആംപിയർ റേഞ്ച് ആൻഡ് IB വിൽ ബി ഇൻ മൈക്രോ ആംപിയർ റേഞ്ച്. ഓക്കെ, അപ്പോൾ IBയുടെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? കാര ഷിഫ്റ്റ്സ് അപ്വേർഡ്സ്. അതേപോലെ ഇപ്പോഴത്തെ സ്ഥലത്ത് നിങ്ങളുടെ ടെസ്റ്റ് കണ്ടീഷൻ, ദാറ്റ് ഇസ് VCE, കോൺസ്റ്റൻ്റ് ആയ കണ്ടീഷൻ, അത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ദാറ്റ് ഇസ് വെൻ യു ആർ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് VCE യുവർ കാര ഷിഫ്റ്റ്സ് റൈറ്റ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും. വെൻ യു ആർ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് IB യുവർ കാര ഷിഫ്റ്റ്സ് അപ്പ്. So this is your output cara. And what about output resistance? Output resistance is output voltage by output current, keeping your output cara നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴുള്ള ടെസ്റ്റ് കണ്ടീഷൻ തന്നെ നോക്കിയാൽ മതി. your input current is made as a constant. കറണ്ട് ട്രാൻസ്ഫർ കാര. കറണ്ട് ട്രാൻസ്ഫർ കാരൻ ഇൻ ഷോർട്ട് നമ്മൾ എന്തുകൂടെ വിളിക്കും? ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ വിളിക്കും. ഇൻ ദ കേസ് ഓഫ് കോമൺ emitter configuration or CE configuration, എന്താണ് നമ്മുടെ ട്രാൻസ്ഫർ കാര വരിക? ഇറ്റ് ഈസ് എ പ്ലോട്ട് ബിറ്റ്വീൻ IC ആൻഡ് IB. ആൻഡ് IC by IB നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് ദ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ. ബീറ്റ is equal to delta IC by delta IB, where VCE is kept as a constant. That is, beta is the change in it's a ratio between the change in collector current to the change in emitter current. The change in collector current to the change in base current, keeping your output voltage constant. അപ്പോൾ ഇതാണ് ഒരു കോമൺ എമിറ്ററിൻ്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ്: ഇൻപുട്ട് കാര, ഔട്ട്പുട്ട് കാര ആൻഡ് യുവർ ട്രാൻസ്ഫർ കാര. കറണ്ട് ട്രാൻസ്ഫർ കാര അല്ലെങ്കിൽ ട്രാൻസ്ഫർ കാര. Okay, so the next is common base configuration. That is, base is common, emitter is your input, collector is your output, base is common to both input and output. So input is taken across emitter base junction and output is taken across collector base junction. Okay, നമ്മളിവിടെ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇസ് VEB, that is base emitter voltage, and this junction is always forward biased, and output VCB, and the junction is always reverse biased. And this configuration offers a very low input impedance. എന്തുകൊണ്ടാണ്? ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് VEB ആൻഡ് ഇൻപുട്ട് കറണ്ട് ഇസ് IE. അപ്പോൾ വോൾട്ടേജ് ബൈ കറണ്ട് ചെയ്യുമ്പോഴാണ് യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് അല്ലേ? IE വാല്യൂ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് വിൽ ബി വെരി ലെസ്. ഓക്കെ, ആൻഡ് ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഓക്കെ, ദ വാല്യൂ ഓഫ് VCB വിൽ ബി വെരി ഹൈ ആൻഡ് ഹൈ വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ വളരെ കൂടുതലായിരിക്കും, പക്ഷേ ഇവിടെ കറണ്ട് ഗെയിൻ വളരെ കുറവാണ്. VCBയുടെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ആൻഡ് കമ്പയർ ടു VEB. അപ്പോൾ VCB ബൈ IC ചെയ്യുമ്പം ഹൈ റെസിസ്റ്റൻസ് ആണ് കിട്ടുക, കാരണം VCB വളരെ കൂടുതലാണ് കമ്പയർ ടു VEB. ഓക്കെ, ആൻഡ് ഇവിടുത്തെ റെസിസ്റ്റൻസ് ദാറ്റ് ഇസ് R out വിൽ ബി ഗ്രേറ്റർ കമ്പയർ ടു R in. അതേപോലെ ഇവിടെ വോൾട്ടേജ്, അതുകൊണ്ട് തന്നെ VCB കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ VCB ബൈ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ്, ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് ഗ്രേറ്റർ ആയിരിക്കും. പക്ഷേ ദ കറണ്ട് ഗെയിൻ വിൽ ബി വെരി ലെസ്. ദാറ്റ് ഇസ് IC ബൈ IE ആണ് ഇവിടുത്തെ കറണ്ട് ഗെയിൻ. ദാറ്റ് ഇസ് ആൽഫ. ഡെൽറ്റ IC ബൈ ഡെൽറ്റ IE എറ്റ് കോൺസ്റ്റൻറ്റ് VCB, അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും, ഇൻ ദ റേഞ്ച് ഓഫ് 0.99. ഓക്കെ, so what about input cara? Almost similar to that of common emitter തന്നെയാണ്. You are plotting input current IE versus input voltage VBE, keeping your what constant? Keeping your output voltage constant. ഇവിടെ collector base voltage ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുക, this is VCB1, ഔട്ട്പുട്ട് വോൾട്ടേജ് 1, ആൻഡ് this is ഔട്ട്പുട്ട് വോൾട്ടേജ് 2. ഇവിടെ നിങ്ങൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Your plot is moving towards left. Okay, and what about input resistance? It is change in input voltage by change in input current, keeping your output voltage constant. And output cara, similar to that of common emitter, that is output current by output voltage. Your output current is IC and output voltage is VCB, keeping your input voltage constant.
ഇത് നേരത്തെ പോലെ തന്നെയാണ് നമ്മൾ ഇൻപുട്ട് കറണ്ട് കൂട്ടുന്നതിനനുസരിച്ച് യുവർ കാര വിൽ ബി മൂവിങ് അപ്വേർഡ്സ് ആൻഡ് യുവർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിൽ ബി ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് കറണ്ട് കീപ്പിംഗ് യുവർ ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റൻറ്റ്. Okay, that's about common base configuration. Next is transfer cara, that is output current by input current at constant output voltage, that is IC by I is actually your alpha. Alpha ആണ് നമുക്ക് ട്രാൻസ്ഫർ കാരയിൽ നിന്ന് കിട്ടുന്ന സാധനം. നെക്സ്റ്റ് ഇസ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഇത് നമ്മൾ ഏറ്റവും റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽസും അനാലിസിസും ഒന്നും അധികം ചെയ്യാത്തൊരു കോൺഫിഗറേഷൻ, പഠിക്കുന്ന സമയത്ത് അധികം ചെയ്യാത്തൊരു കോൺഫിഗറേഷനാണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ദാറ്റ് ഈസ് യുവർ കളക്ടർ ടെർമിനൽ ഇസ് കോമൺ ടു വാട്ട് കളക്ടർ ഇസ് കോമൺ ടു ഇൻപുട്ട് ആസ് വെൽ ആസ് ഔട്ട്പുട്ട്. ഓക്കെ, ദിസ് ഇസ് യുവർ ഇൻപുട്ട് കാര. ഇൻപുട്ട് കറണ്ട് ഇസ് IB. ഒരിക്കലും കലക്ടർ കോമൺ ആയാലും ഒരിക്കലും കലക്ടർ നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കില്ല കേട്ടോ. ഇൻപുട്ട് എപ്പോഴും ബേസ് അല്ലെങ്കിൽ എമിറ്റർ ആയിരിക്കും. ആൻഡ് ഔട്ട്പുട്ട് ഇസ് ഓൾവേസ് വാട്ട്, ഔട്ട്പുട്ട് എപ്പോഴും എമിറ്റർ ഓർ കലക്ടർ ആയിരിക്കും. ഹിയർ ഇൻപുട്ട് കറണ്ട് ഇസ് IB ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് ഇസ് VCB ആൻഡ് ദിസ് ഇസ് യുവർ ഇൻപുട്ട് കാര. ഓക്കെ, അത് നിങ്ങൾ നോക്കുക, VCE പുറത്തേക്കാണ് കാര ഷിഫ്റ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് കാര, ഔട്ട്പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. കലക്ടർ കോമൺ ആണ്, നടുവിലാണ്. അപ്പോൾ ഔട്ട്പുട്ട് വരുന്നത് എമിറ്റർ ആയിരിക്കും. എമിറ്റർ കറണ്ട് ഇസ് ഔട്ട്പുട്ട് കറണ്ട് ആൻഡ് എമിറ്റർ കലക്ടർ വോൾട്ടേജ് ഇസ് യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ്. ബേസ് വോൾട്ടേജ് അല്ലെങ്കിൽ ബേസ് കറണ്ടാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുന്ന സാധനം. ബേസ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാര മേലേക്ക് ഷിഫ്റ്റ് ആവും. ദിസ് ഇസ് യുവർ ഔട്ട്പുട്ട് കാര. ആൻഡ് വാട്ട് അബൌട്ട് ട്രാൻസ്ഫർ കാര? ട്രാൻസ്ഫർ കാര ഇസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ. ഔട്ട്പുട്ട് ഇസ് IE ആൻഡ് ഇൻപുട്ട് ഇസ് IB. That's about the three configurations in a three plots in a common emitter, common base and common collector configuration. Okay. So to compare the three configuration, what about the input resistance? In common base it is very less. Common emitter also it is very less. In common collector the input resistance is very high. Common collector le endana nammade input? Input is ബേസ് അല്ലേ. ബേസ് ആണ് കോമൺ കളക്ടറിലെ ഇൻപുട്ട്. ബേസ് കറണ്ട് വളരെ കുറവായിരിക്കും. ഡിനോമിനേറ്റർ വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടുത്തെ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, കോമൺ ബേസിലാണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഹൈ ആണ്, കോമൺ എമിറ്ററിലും ഹൈ ആണ്. പക്ഷേ കോമൺ കളക്ടറിൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. കാരണം അവിടെ എന്താണ് ഔട്ട്പുട്ടിൽ കറണ്ട് വരുന്നത്? ഔട്ട്പുട്ടിലെ കറണ്ട് എമിറ്ററാണ്. എമിറ്റർ കറണ്ടിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഇപ്പം റെസിസ്റ്റൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോമൺ ബേസും കോമൺ കളക്ടറും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ. ആൻഡ് വോൾട്ടേജ് ഗെയിൻ, കോമൺ ബേസിൽ വോൾട്ടേജ് ഗെയിൻ അബൌട്ട് 150. ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഗെയിൻ കിട്ടുന്നത് കോമൺ എമിറ്ററിലാണ്, ദാറ്റ് ഇസ് അബൌട്ട് 500. ആൻഡ് കോമൺ കളക്ടറിൽ വോൾട്ടേജ് ഗെയിൻ വളരെ കുറവായിരിക്കും. കറണ്ട് ഗെയിൻ, കോമൺ ബേസിൽ കറണ്ട് ഗെയിൻ വളരെ കുറവായിരിക്കും. കോമൺ ബേസ് എന്ന് പറയുമ്പം എന്താണ് കറണ്ട് ഗെയിൻ? ഇറ്റ് ഇസ് ആൽഫ, വളരെ കുറവാണ്. കോമൺ എമിറ്ററിൽ ബീറ്റയാണ്, വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കോമൺ കളക്ടറിൽ ഇറ്റ് ഈസ് അപ്രീഷിയബിൾ, ഒരുപാട് കൂടുതലും അല്ല കുറവുമല്ല. നമ്മളധികം യൂസ് ചെയ്യാത്തൊരു അപ്രീഷിയബിൾ ആണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോമൺ കളക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് IE ബൈ IB, വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ വേറെ പല കാരണങ്ങൾ കൊണ്ട് അത് യൂസ് ചെയ്യാറില്ല. ഓക്കെ, കാരണം അത് വോൾട്ടേജ് ഗെയിൻ വളരെ കുറവാണ്, ലെസ് ദാൻ 1 ആണ്. അപ്പോൾ രണ്ട് ഗെയിനും ഓൾമോസ്റ്റ്, അതായത് വോൾട്ടേജ് ഗെയിൻ ആൻഡ് കറണ്ട് ഗെയിൻ. അപ്പോൾ പവർ ഗെയിൻ ഓൾമോസ്റ്റ് നല്ലത് കിട്ടുന്നത് ഏതിനായിരിക്കും? ഇവിടെ അബൌട്ട് 500 ആൻഡ് ഹൈ വാല്യൂ ഓഫ് ബീറ്റ. അപ്പോൾ രണ്ട് ഗെയിൻ, ദാറ്റ് ഇസ് കറണ്ട് ഗെയിൻ ഇസ് ഓൾസോ ഹൈ ആൻഡ് വോൾട്ടേജ് ഗെയിൻ ഇസ് ഓൾസോ ഹൈ. അപ്പോൾ കോമൺ എമിറ്റർ. സോ നമ്മൾ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് എപ്പോഴും യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഇസ് കോമൺ എമിറ്റർ. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറായി യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിലും നോക്കാം.